നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് KPSC സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ 10th ലെവൽ കോമൺ പ്രിലിംസ് സ്റ്റേജ് 4. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ഓപ്ഷൻ ബി ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഓപ്ഷൻ ഡി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങൾ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. 2. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. 3. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. 4. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഉത്തരം എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനം, യക്ഷഗാനം, ചവിട്ടുനാടകം, കൂടിയാട്ടം. ചിന്നത്തമ്പിപ്പിള്ള, ഗുരു ഗോപിനാഥ്, ഗുരുമണി മാധവ ചാക്യാർ, പാർത്ഥി സുബ്ബയ്യ. ഉത്തരം കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥി സുബ്ബയ്യ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. നാലാമത്തെ ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണ്. ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഓപ്ഷൻ സി ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭാഗമാണിത്. ഓപ്ഷൻ ഡി വളരെ മൃദുവായതും തവിട്ട് നിറത്തിലുമുള്ളതുമായ അവസാദ ശിലയാണിത്. ഉത്തരം ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ വ്യോമാതിർത്തി, ജലാതിർത്തി. ഓപ്ഷൻ ബി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ഓപ്ഷൻ ഡി കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ആറാമത്തെ ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഓപ്ഷൻ ബി ദേശീയ സാക്ഷരതാ മിഷന്റെ ശാക്തീകരണ യജ്ഞം. ഓപ്ഷൻ സി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി. ഓപ്ഷൻ ഡി സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തിവരുന്ന പരിപാടി. ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. എട്ടാമത്തെ ചോദ്യം,
ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. 1. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകൾ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. 2. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ ആണിവ. 3. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങൾ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഉത്തരം 2, 3. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ ആണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങൾ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. 9ാമത്തെ ചോദ്യം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. ഓപ്ഷൻ എ അശോക മണ്ഡപം, ഓപ്ഷൻ ബി ആസ്ഥാന മണ്ഡപം, ഓപ്ഷൻ സി മഹാമണ്ഡപം, ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. 10ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരള വിനോദസഞ്ചാര ദിനം 2024, കേരള വിനോദസഞ്ചാരം 2024, UNEP 2024, ലോക വിനോദസഞ്ചാര ദിനം 2024. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, വിനോദസഞ്ചാരവും സമാധാനവും, സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ, വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. ഉത്തരം കേരള വിനോദസഞ്ചാര ദിനം 2024, സുസ്ഥിര യാത്രകൾ, കാലാതീതമായ ഓർമ്മകൾ. കേരള വിനോദസഞ്ചാരം 2024, വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. UNEP 2024, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. ലോക വിനോദസഞ്ചാര ദിനം 2024, വിനോദസഞ്ചാരവും സമാധാനവും. 11ാമത്തെ ചോദ്യം. സിന്ധു നദിയുടെ പോഷകനദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ ബി ചലം, ചിനാബ്, കോസി, ബിയാസ്, സത്ലജ്. ഓപ്ഷൻ സി ചലം, ചിനാബ്, രവി, തിസ്ത, സത്ലജ്. ഓപ്ഷൻ ഡി ചലം, സോൺ, രവി, ബിയാസ്, സത്ലജ്. ഉത്തരം ഓപ്ഷൻ എ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഓപ്ഷൻ എ മാർച്ച്, ഓപ്ഷൻ ബി ജൂൺ, ഓപ്ഷൻ സി നവംബർ മധ്യം, ഓപ്ഷൻ ഡി ഡിസംബർ. ഉത്തരം ഓപ്ഷൻ സി നവംബർ മധ്യം. 13ാമത്തെ ചോദ്യം. കോട്ട്ണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ എ കൽക്കട്ട, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മുംബൈ. ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ. 14ാമത്തെ ചോദ്യം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്, ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 15ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ സി ഡൽഹി, അഹമ്മദാബാദ്, ചെന്നൈ, കൊൽക്കത്ത. ഓപ്ഷൻ ഡി ഡൽഹി, ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൊൽക്കത്ത. ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16ാമത്തെ ചോദ്യം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻ ബി തോവാള, അഗസ്തീശ്വരം, തിരുവട്ടാർ, വിളവൻകോട്. ഓപ്ഷൻ സി തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, തിരുവട്ടാർ. ഓപ്ഷൻ ഡി തോവാള, തിരുവട്ടാർ, കൽക്കുളം, വിളവൻകോട്. ഉത്തരം ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17ാമത്തെ ചോദ്യം. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഓപ്ഷൻ ബി സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം.
ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഓപ്ഷൻ ഡി മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഉത്തരം ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ എ അരൂർ, ഓപ്ഷൻ ബി പറവൂർ, ഓപ്ഷൻ സി പുനലൂർ, ഓപ്ഷൻ ഡി പേരാവൂർ. ഉത്തരം ഓപ്ഷൻ ബി പറവൂർ. 19ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പീറ്റ്, ഓപ്ഷൻ ബി ആന്ത്രസൈറ്റ്, ഓപ്ഷൻ സി ബിറ്റുമിനസ്, ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. 20ാമത്തെ ചോദ്യം. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം. ഉത്തരം ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ഓപ്ഷൻ എ അരുണ ആസഫ് അലി, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി മാഡം കാമ, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസന്റ്. 22ാമത്തെ ചോദ്യം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം, ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. 23ാമത്തെ ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി താന്തിയ തോപ്പി, ഓപ്ഷൻ സി റാണി ലക്ഷ്മിഭായ്, ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ഉത്തരം ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ. 24ാമത്തെ ചോദ്യം. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ, ഓപ്ഷൻ ബി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ രാജാ രവിവർമ്മ, ഓപ്ഷൻ ബി ആബീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി സത്യേന്ദ്രനാഥ് ടാഗോർ. ഉത്തരം ഓപ്ഷൻ ബി അപ്പനേന്ദ്രനാഥ് ടാഗോർ. 26ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം? ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഓപ്ഷൻ സി GST സമിതി, ഓപ്ഷൻ ഡി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ എ നീതി ആയോഗ്. 27ാമത്തെ ചോദ്യം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ ബി ബഹ്റുദ്ദീൻ തായ്ബ്ജി, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. 28ാമത്തെ ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29ാമത്തെ ചോദ്യം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ എ HN കുൻസ്രു, ഓപ്ഷൻ ബി VP മേനോൻ, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി ഫസൽ അലി. ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി. 30ാമത്തെ ചോദ്യം. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ എ 1924, ഓപ്ഷൻ ബി 1931, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1921.
ഉത്തരം ഓപ്ഷൻ സി 1936. 31-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം. ഓപ്ഷൻ സി ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32-ാമത്തെ ചോദ്യം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ അമേരിക്ക. ഓപ്ഷൻ ബി ഇന്ത്യ. ഓപ്ഷൻ സി ശ്രീലങ്ക. ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ്. ഉത്തരം ഓപ്ഷൻ സി ശ്രീലങ്ക. 33-ാമത്തെ ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫഖറുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ എ വി പി ഗിരി. ഓപ്ഷൻ ബി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. ഓപ്ഷൻ ഡി ധ്യാനി സെയിൽ സിംഗ്. ഉത്തരം ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. 34-ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 51(1). ഓപ്ഷൻ ബി അനുച്ഛേദം 51(2). ഓപ്ഷൻ സി അനുച്ഛേദം 51(3). ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). 35-ാമത്തെ ചോദ്യം. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 73. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. ഓപ്ഷൻ സി ആർട്ടിക്കിൾ 116. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 70. ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. 36-ാമത്തെ ചോദ്യം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാക്കാം. ഓപ്ഷൻ ബി നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഓപ്ഷൻ സി ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. 37-ാമത്തെ ചോദ്യം. വിവരാവകാശ കമ്മീഷൻ ഘടന. ഓപ്ഷൻ എ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഓപ്ഷൻ ബി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, ധനകാര്യ വിദഗ്ധൻ, നിയമവിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസ്. ഓപ്ഷൻ സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഓപ്ഷൻ ഡി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, സെക്ഷൻ ഓഫീസർ. ഉത്തരം ഓപ്ഷൻ സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38-ാമത്തെ ചോദ്യം. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. ഓപ്ഷൻ എ ഡോക്ടർ കെ.എൻ. വിവേകാനന്ദൻ. ഓപ്ഷൻ ബി ശ്രീമതി ഷൈല ബി.വി.എസ്. ഓപ്ഷൻ സി ശ്രീ ബി ഹരിനായർ. ഓപ്ഷൻ ഡി ശ്രീ ഗോപകുമാർ ആർ. ഉത്തരം ഓപ്ഷൻ സി ശ്രീ ബി ഹരിനായർ. 39-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഓപ്ഷൻ എ NH 66 കാസർഗോഡ് കഴക്കൂട്ടം. ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവ. ഓപ്ഷൻ സി NH 66 ബാംഗ്ലൂർ ചെന്നൈ. ഓപ്ഷൻ ഡി NH 66 ഡൽഹി ആഗ്ര. ഉത്തരം ഓപ്ഷൻ ബി NH 66 മുംബൈ ഗോവ. 40-ാമത്തെ ചോദ്യം. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 182B. ഓപ്ഷൻ ബി അനുച്ഛേദം 109B. ഓപ്ഷൻ സി
അനുച്ഛേദം 349 എ. ഓപ്ഷൻ ഡി അനുച്ഛേദം 39 ബി. ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 39 ബി. 41 ചോദ്യം. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 42 ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി കല്ലട, ഓപ്ഷൻ സി കായംകുളം, ഓപ്ഷൻ ഡി കൽപ്പാക്കം. ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ. 43 ചോദ്യം. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 14. ഉത്തരം ഓപ്ഷൻ ബി 34. 44 ചോദ്യം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ എ വയനാട്. 45 ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ സി ചന്ദ്രഗിരിപ്പുഴ, ഓപ്ഷൻ ഡി ചിറ്റരിപ്പുഴ. ഉത്തരം ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. 46 ചോദ്യം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓപ്ഷൻ എ വിശ്വനാഥൻ ആനന്ദ്, ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ, ഓപ്ഷൻ സി PR ശ്രീജേഷ്, ഓപ്ഷൻ ഡി PT ഉഷ. ഉത്തരം ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ. 47 ചോദ്യം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ സി പാലക്കാട്. 48 ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ അഗസ്ത്യമല, ഓപ്ഷൻ ബി പൊന്മുടി, ഓപ്ഷൻ സി ആനമുടി, ഓപ്ഷൻ ഡി ഏഴിമല. ഉത്തരം ഓപ്ഷൻ സി ആനമുടി. 49 ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ കല്ലട, ഓപ്ഷൻ ബി PG, ഓപ്ഷൻ സി ഇടമലയാർ, ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. ഉത്തരം ഓപ്ഷൻ എ കല്ലട. 50 ചോദ്യം. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പുന്നമട, ഓപ്ഷൻ ബി വേമ്പനാട്, ഓപ്ഷൻ സി ശാസ്താംകോട്ട, ഓപ്ഷൻ ഡി അഷ്ടമുടിക്കായൽ. ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട്. 51 ചോദ്യം. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 52 ചോദ്യം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഓപ്ഷൻ എ മൺട്രോ, ഓപ്ഷൻ ബി വെല്ലസ്ലി, ഓപ്ഷൻ സി ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി കൊനോലി. ഉത്തരം ഓപ്ഷൻ സി ഗിൽഫോർഡ്. 53 ചോദ്യം. വാഗൺ ട്രാജഡി നടന്ന വർഷം. ഓപ്ഷൻ എ 1821 നവംബർ 10, ഓപ്ഷൻ ബി 1721 ജനുവരി 11, ഓപ്ഷൻ സി 1721 നവംബർ 10, ഓപ്ഷൻ ഡി 1809 നവംബർ 11. ഉത്തരം ഓപ്ഷൻ സി 1721 നവംബർ 10. 54 ചോദ്യം. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ മക്തി തങ്ങൾ, ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി K കേളപ്പൻ, ഓപ്ഷൻ ഡി മമ്പുറം തങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. 55 ചോദ്യം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഹരിജൻ ധനസമാഹരണം, ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം, ഓപ്ഷൻ ഡി നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം. ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. 56 ചോദ്യം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ ഡി 5. 57 ചോദ്യം. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി, ഓപ്ഷൻ ബി അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി GP പിള്ള C കൃഷ്ണൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമി വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. 58 ചോദ്യം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ഓപ്ഷൻ എ മൊറാഴ സമരം, ഓപ്ഷൻ ബി കയ്യൂർ സമരം, ഓപ്ഷൻ സി കരിവെള്ളൂർ, ഓപ്ഷൻ ഡി പുന്നപ്ര വയലാർ. ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം. 59-ാമത്തെ ചോദ്യം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ഓപ്ഷൻ എ വി കുട്ടിമാളുവമ്മ, ഓപ്ഷൻ ബി ആനി മസ്ക്രീൻ, ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല. ഉത്തരം ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. 60-ാമത്തെ ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് KP കറുപ്പൻ. ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 61-ാമത്തെ ചോദ്യം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ എ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കുന്നു, ഓപ്ഷൻ ബി ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല, ഓപ്ഷൻ സി ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഓപ്ഷൻ ഡി ഓർമ്മയ്ക്ക് തകരാർ സംഭവിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല. 62-ാമത്തെ ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ. ഓപ്ഷൻ ബി ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ ഡ്രേ. ഓപ്ഷൻ സി സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു അരിസ്റ്റോട്ടിൽ. ഓപ്ഷൻ ഡി വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ചരകൻ. ഉത്തരം ഓപ്ഷൻ എ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൺ. 63-ാമത്തെ ചോദ്യം. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ എ ഫ്ലൂറൽ സ്ഥലം, ഓപ്ഷൻ ബി മയലിൻ ഉറ, ഓപ്ഷൻ സി പെരിയോസ്റ്റിയം, ഓപ്ഷൻ ഡി പെരിക്കാർഡിയം. ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്റ്റിയം. 64-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത ഉണ്ടാകുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം എ, ഓപ്ഷൻ ബി ജീവകം ഡി, ഓപ്ഷൻ സി ജീവകം സി, ഓപ്ഷൻ ഡി ജീവകം കെ. ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ. 65-ാമത്തെ ചോദ്യം. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി കാൽസ്യം, ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. 66-ാമത്തെ ചോദ്യം. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ബാക്ടീരിയ, ഓപ്ഷൻ ഡി പാരസൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 67-ാമത്തെ ചോദ്യം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23-ന്റെ പ്രാധാന്യം. ഓപ്ഷൻ എ ലോക പരിസ്ഥിതി ദിനം, ഓപ്ഷൻ ബി ലോക കണ്ടൽ ദിനം, ഓപ്ഷൻ സി ലോക ജലദിനം, ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം. ഉത്തരം ഓപ്ഷൻ ഡി ലോക കടലാമ ദിനം. 68-ാമത്തെ ചോദ്യം. കേരള സർക്കാരിന് കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ വയോമിത്രം, ഓപ്ഷൻ ബി വയോമധുരം, ഓപ്ഷൻ സി മന്ദഹാസം, ഓപ്ഷൻ ഡി വയോ അമൃതം. ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം. 69-ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 70-ാമത്തെ ചോദ്യം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി മസ്തിഷ്കം, ഓപ്ഷൻ ഡി ചെവി. ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം. 71-ാമത്തെ ചോദ്യം. ഏതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം, ഓപ്ഷൻ ബി ദ്രാവകം, ഓപ്ഷൻ സി വാതകം, ഓപ്ഷൻ ഡി ശൂന്യത. ഉത്തരം ഓപ്ഷൻ എ ഖരം. 72-ാമത്തെ ചോദ്യം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ പവർ, ഓപ്ഷൻ ബി ഊർജം, ഓപ്ഷൻ സി ബലം, ഓപ്ഷൻ ഡി മർദ്ദം. ഉത്തരം ഓപ്ഷൻ ബി ഊർജം. 73-ാമത്തെ ചോദ്യം.
ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ താപഫലം, ഓപ്ഷൻ ബി രാസഫലം, ഓപ്ഷൻ സി കാന്തിക ഫലം, ഓപ്ഷൻ ഡി പ്രകാശഫലം. ഉത്തരം ഓപ്ഷൻ ബി രാസഫലം. 74-ാമത്തെ ചോദ്യം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ എ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ബി 8.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ സി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓപ്ഷൻ ഡി 3.26 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഉത്തരം ഓപ്ഷൻ സി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 75-ാമത്തെ ചോദ്യം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജെ തോംസൺ, ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്, ഓപ്ഷൻ സി റൂട്ട്ഫോർഡ്, ഓപ്ഷൻ ഡി ഗോൾഡ്സ്റ്റൈൻ. ഉത്തരം ഓപ്ഷൻ എ ജെ തോംസൺ. 76-ാമത്തെ ചോദ്യം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻ എ വൈദ്യോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ ബി വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു, ഓപ്ഷൻ ഡി വൈദ്യോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഉത്തരം ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. 77-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ എ ദൂരം, ഓപ്ഷൻ ബി വേഗം, ഓപ്ഷൻ സി പ്രവേഗം, ഓപ്ഷൻ ഡി സമയം. ഉത്തരം ഓപ്ഷൻ സി പ്രവേഗം. 78-ാമത്തെ ചോദ്യം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ, ഓപ്ഷൻ ബി ഇൻഡിഗോ കാർമൈൻ, ഓപ്ഷൻ സി എരിത്രോസിൻ, ഓപ്ഷൻ ഡി വാനലിൻ. ഉത്തരം ഓപ്ഷൻ എ ടാർട്രസിൻ. 79-ാമത്തെ ചോദ്യം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ അലുമിനിയം, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി ഇരുമ്പ്, ഓപ്ഷൻ ഡി കോപ്പർ. ഉത്തരം ഓപ്ഷൻ ബി സിങ്ക്. 80-ാമത്തെ ചോദ്യം. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി കാഡ്മിയം, ഓപ്ഷൻ സി പൊട്ടാസ്യം, ഓപ്ഷൻ ഡി സോഡിയം. ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.